കാലവും ദേശവും ബ്രേക്ക് ചെയ്ത് ഒരറിവ് ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറ്റും. അതാണ് ഭാഷയുടെ ഗുണം. ഒരു മാന് അവിടെ കടുവ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം എൻ്റെ കുഞ്ഞിനോട് വന്നിട്ട് ഇങ്ങനെ പറയാനൊക്കത്തില്ല. അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചിട്ട് അപ്പോൾ ഓടി രക്ഷപ്പെടാൻ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ പിടിക്കാൻ പറ്റുമോ? നമ്മൾക്ക് അങ്ങനെയല്ല. നമുക്ക് നേരത്തെ അവിടെ ഇങ്ങനെ ട്രാഫിക് ജാമുണ്ട് എന്നറിഞ്ഞിട്ട് അപ്പോൾ കാലങ്ങളെയും ദേശത്തിനെയും മറികടന്ന് ഒരറിവ് മറ്റൊരിടത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നതിനുള്ള എബിലിറ്റി തരുന്നതാണ് ഭാഷ. വേറെ ഭാഷയെപ്പറ്റി വേറെ വിശദീകരണമൊക്കെ ആളുകൾ പറയുക. അതൊക്കെ അത് ആ വിഷയത്തിലോട്ട് ഒത്തിരി പോകരുത്. നമ്മൾ ഈ നാട്ടിൽ വരണം. ഞാനിത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ജനറൽ ഫ്രെയിംസാണ് പറയുന്നത്. അത് ഭാഷ അപ്പോഴാണ് നമ്മൾ സംസാര ഭാഷ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഭാഷ സംസാരിക്കുന്നതാണ്, കേട്ടാണ് പഠിക്കേണ്ടത്. ആ ഭാഷയ്ക്ക് ലിപി കണ്ടുപിടിച്ച് എഴുതാനും വായിക്കാനും തുടങ്ങിയതാണ് പുതിയ ലീപ്പുണ്ടായത്. അപ്പോൾ എന്ത് പറ്റി? 2000 കൊല്ലം മുമ്പിരുന്ന് വ്യാസൻ എഴുതി, അല്ലെങ്കിൽ സോക്രട്ടീസ് എഴുതി. അപ്പോൾ അവരെഴുതി വെച്ച സാധനം നമുക്ക് ഇപ്പോഴും വായിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ എഴുതിയതാണോ? ഉള്ള വയസ്സന്മാരും വയസ്സുകളും എഴുതിയത് മുഴുവനും കൂടെ വന്നു. അപ്പം സ്കൂളിലോട്ട് പോയപ്പോൾ മറ്റേയാണെങ്കിൽ ഒരമ്മയും അച്ഛനും കൂടെ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടുള്ളവർ മാത്രം പറഞ്ഞിരുന്ന സാധനമാണ്. ഇത് ആയിരക്കണക്കിന് വയസ്സന്മാരുടെ അറിവുമായിട്ടാണ് പിള്ളേർ വരുന്നത്. ഇത് സ്കൂളിനകത്ത് ഉണ്ടായത്. ഇപ്പോൾ പല അറിവും പലതരത്തിലുള്ളത് ഇതിനകത്ത് എഴുത്ത് ഭാഷയ്ക്കകത്തൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞതോടെ പണ്ടൊരു അനുഭവം അങ്ങനെ തന്നെ തൂക്കി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. ഇത് വേറെ ജീവികൾക്ക് കഴിയാതായി പോയത്. അതുകൊണ്ടാണ് അവർ വളരെ പതുക്കെ ഈ ജനിതകമായ മാറ്റങ്ങളിലൂടെ മാത്രമാണ് ഇപ്പോഴും മാറുന്നത്. കുറച്ച് വേറൊരു പ്രസ്ഥാനം ചേർത്ത് വെച്ചത് അഭിമുഖത്തിൽ പറയുന്നുണ്ട്, മൊബൈലാണ് മനുഷ്യൻ്റെ സമീപകാലത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതെ, അങ്ങനെ തന്നെ. അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റേത് ഫോണിൻ്റെ ചവിട്ടിലിരിക്കണ്ടേ? ഫോണിന് ഒരു വാലുള്ള ഫോണല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ചവിട്ടിൽ ഇങ്ങനെ ഇരിക്കണം. ട്രങ്കുകളൊക്കെ വിളിച്ചാൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും കണക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതെല്ലാം സ്പീഡിലായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നടക്കുമ്പോൾ കൂടെ നടക്കുന്ന ഫോണായി പോയി. അവിടെ ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത പ്രൊഡക്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. പണ്ട് നമ്മൾ ഒരു മാസം കൊണ്ട് ചെയ്തതോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ചെയ്തിരുന്നത് ഇന്നൊരു ദിവസം കൊണ്ട് ചെയ്യും. അപ്പം ആളുകൾ അല്ല, അത് വേറെ വിഷയമാണ്. അത് നമ്മൾ എഴുതിയ പുസ്തകങ്ങളെ പറ്റി അതേപോലെ തന്നെ പറയാം. ആ പുസ്തകമൊന്നും വായിക്കരുത്, അങ്ങനെ ഒരു പുസ്തകമൊക്കെ നിരോധിച്ചിട്ടില്ലേ? അല്ല, പുസ്തകമെല്ലാം നല്ലതാണെന്നുള്ള അഭിപ്രായം ഉണ്ടോ? അങ്ങനെയല്ല. വിധ്വംസകമായ പുസ്തകങ്ങളും ഒക്കെ ഇല്ലേ? അതൊക്കെ അങ്ങനെ സെൻസർ ബോർഡൊക്കെ ലോകത്തുണ്ടായിട്ടില്ലേ പുസ്തകം? അപ്പോൾ അതൊക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പത്രങ്ങളെല്ലാം. അപ്പം അതെല്ലാം ഏത് സാധനത്തിനകത്ത് അതൊക്കെ ഉണ്ടാവും. അതങ്ങനെ അല്ലെന്ന് വിചാരിക്കണ്ട. അപ്പം പക്ഷേ ആകെ എടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന് ഇവിടെ ഇരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇത് നമുക്ക് ആലോചിക്കാനൊക്കത്തില്ല. പണ്ടാന്ന് ലൈബ്രറിക്കകത്ത് പോയിട്ട് ബുക്കൊക്കെ കണ്ടുപിടിച്ച് അതിനകത്ത് പേജൊക്കെ അവസാനം അത് കണ്ടുപിടിക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ തന്നെ പഠിച്ചു പോകും. ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇയാൾ പറഞ്ഞാൽ ഒന്നും ശരിയൊന്നുമില്ല. അതെല്ലാം ഇവിടെ ഈയിടയ്ക്ക് ഞാൻ ഇന്നലെ ഒരാൾ എനിക്ക് അയച്ചു തന്ന് ജെമിനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതിനോട് മൈത്രേയൻ പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ മൈത്രേയൻ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് അങ്ങനെ ജെമിനി ശാസ്ത്രജ്ഞൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ജെമിനി പുതിയ ശാസ്ത്രജ്ഞനാണ് ജെമിനി ശാസ്ത്രജ്ഞൻ. അതിനെയാണ് ആശ്രയിക്കുന്ന വിദ്വാന്മാരാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് ജെമിനി എന്ന് പറയുന്ന സാധനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ലോകത്ത് ആരെങ്കിലും പറഞ്ഞത് മാത്രമേ അതിനറിയാവൂ. അതിനപ്പുറത്തോട്ട് കൂടുതൽ അറിഞ്ഞൂടെ? അല്ലാതെ അതിനെന്തോ അറിവുള്ള പോലെയാണ് ഈ ചോദിക്കുന്നത്. ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുമ്പം പിന്നെന്തുവാ പറയുന്നതെന്നൊന്ന് ചോദിക്കണ്ടേ? അത് ജെമിനിയോടാണോ ചോദിക്കണ്ടേ? തെർമോഡൈനാമിക്സ് ഒന്നും എടുത്ത് നോക്കിയാൽ എനർജി ഉണ്ടാക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്തുവാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ഉള്ളതാണെന്ന് പറയുന്നത്. ഉള്ളതിന് ഉണ്ടാകാനും ഒക്കത്തില്ല, നശിപ്പിക്കാനും ഒക്കത്തില്ലെന്ന് ഈ തെർമോഡൈനാമിക്സിൽ ഒന്നാമത്തെ നിയമമാണ്. അത് ഇതുവരെ വായിച്ചിട്ടില്ലാത്തവനാണ് ജെമിനിയോട് ചോദിക്കുകയാണ്. പ്രപഞ്ചം ഉള്ളതാണ്. അല്ല, പ്രപഞ്ചം പൊട്ടിത്തെറിച്ചുണ്ടായതാണ്.
ഈ പൊട്ടിത്തെറിച്ചതിൻ്റെ മുന്നലെന്ന് പറഞ്ഞ് ആലോചിച്ച് നടക്കുകയാണ് ഇപ്പോൾ. അപ്പം അത് തെറ്റാണോ? അപ്പം പ്രപഞ്ചം ഇങ്ങനെ 13.8 ബില്യൺ ഇയേഴ്സിനകത്ത് ആരംഭിച്ചതായി നമുക്കില്ല, ഉണ്ട്, തെളിവല്ല. അപ്പം അത് ആ ചോദ്യം ചോദിച്ചുകൂടാ. അതില്ലാത്തത് എന്ന് പറഞ്ഞാൽ അവിടെ ശൂന്യം എന്നാണ്, ശൂന്യതയിൽ നിന്നാണ്. അപ്പോൾ ശൂന്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലെ സാധ്യതകളുള്ള ശൂന്യതയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിശബ്ദതയെ വെറും നിശബ്ദതയല്ലാതെ നിറവുള്ള നിശബ്ദത, പ്രഗ്നൻ്റ് സൈലൻസ് എന്ന് പറയും. പല പല സാധ്യതകളുമുള്ള നിശബ്ദതയാണത്. അപ്പോൾ അത് നിശബ്ദത എന്ന് പറയുന്നത് നമ്മൾ പറയാൻ തുടങ്ങിയാൽ അപ്പം പോകത്തില്ലേ? പറയാൻ തുടങ്ങിയാൽ അപ്പോൾ പോകും. അപ്പോൾ എല്ലാവരും കൂടെ പണ്ടേ ഈ വേദാന്തികളിരുന്ന് പറയും, ഗുരു നിശബ്ദമായി സംസാരിക്കുന്നു, ശിഷ്യന്മാർക്ക് മുഴുവൻ വിവരം ഇതൊക്കെ അവന്മാർ പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഞാനതല്ല പറയുന്നതെന്നേ ഉള്ളൂ. ഞാൻ തെർമോഡൈനാമിക്സിലെ 1ാമത്തെ നിയമത്തിനകത്ത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളതാണെന്നായി പറഞ്ഞത്. ഈ എനർജി എന്ന് പറയുന്നത് അതിന് ഓരോ ഫോമിൽ മാറും. വേറെ ഞാൻ ഒന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അല്ല വേറെ ഒന്നുമില്ല. പക്ഷേ ആൾക്കാർക്ക് പ്രപഞ്ചം ഉണ്ടാക്കിയേ പറ്റും, നിർബന്ധമാണ്. അത് വിദ്യാഭ്യാസത്തിനകത്ത് വരുന്നതല്ല. അതൊക്കെ വിദ്യാഭ്യാസമായിട്ട് നമുക്ക് അവതരിപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ. മറ്റേത് അങ്ങനല്ല. നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത കോഴി അയലത്തുകാരുടെ കുഞ്ഞുങ്ങളെ ഒന്നും സംഘടിപ്പിച്ച് അവിടെ പഠിപ്പിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ജീവൻ തുടരാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനവും വിദ്യാഭ്യാസവും കൂട്ടിക്കുഴയ്ക്കരുത്. അതൊക്കെ പിന്നെ മനുഷ്യർ കണ്ടുപിടിച്ച സാധനം എല്ലാം മുഴുവൻ പോകത്തില്ലേ. പിച്ചാത്തിയൊന്നും താനേ ഉണ്ടാകത്തില്ല. അതങ്ങനെ അറിയണം. അപ്പോൾ മനുഷ്യരുണ്ടാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. മനുഷ്യരുടെ ജീവിതവും മനുഷ്യരുടെ ഉണ്ടാക്കിയ കാര്യങ്ങൾ ലോകത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഒരുപോലെ കാണരുത്. അത് വ്യത്യാസപ്പെട്ട് തന്നെ അറിയണം. മനുഷ്യ ചരിത്രം ഏറെ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പരിണാമം ലോകത്ത് പഠിക്കുമ്പോൾ തന്നെ ആ പരിണാമപരമായിട്ടുള്ള ജീവൻ്റെ രൂപം വരുന്നതിനകത്ത് വ്യത്യാസങ്ങൾ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനൊപ്പം മനുഷ്യ ചരിത്രം വളരെ സവിശേഷമായി സ്പെസിഫിക്കായിട്ട് പഠിക്കണം. അത് അതിനകത്തുള്ളത്, അത് ഓരോ ജീവിയെയും വ്യത്യസ്തമാക്കുന്നതിൻ്റെ സവിശേഷത പഠിക്കേണ്ടി വരുന്നത് പോലെ തന്നെ പഠിക്കേണ്ടതാണ്. അത് ഇപ്പോൾ ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുത്തിരുന്നത് ജനിതകമായിട്ടാണ്. അത് പണ്ടേ അങ്ങനെയായിരുന്നു. ഒരു ബാക്ടീരിയ മൂത്ത് 2 ആകും. അപ്പോൾ ഇതിൻ്റെ അതുവരെയുള്ള അനുഭവം 2 പേർക്ക് കൊടുക്കുന്നതായിട്ടാണ്. അപ്പോൾ അവിടെ ജനനവും മരണവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല. കാരണം ബാക്ടീരിയ മൂത്ത് 2 ആകത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്ന അപ്പം മരണമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അതൊക്കെ പിന്നീട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ജീവൻ്റെ ആ മേഖലയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന ജനിതകമായ അറിവാണ് കൊടുത്തിരുന്നത്. അതേ സമയത്ത് ബാക്ടീരിയ തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കൂട്ടത്തിനകത്ത് ഉള്ള ആൾക്ക് ഈ 2 ആകുന്നതിന് പകരം കയ്യിലിരിക്കുന്ന ജനിതക അറിവ് സൈഡിൽ കൂടെ പുറത്തോട്ടിടും. അപ്പോൾ വേറൊരാൾ അത് എടുത്തു കളയും. അങ്ങനെ വരുന്ന അതിന് നമ്മൾ ആദ്യം ജമ്പിങ് ജീൻ എന്നായിരുന്നു പഠിച്ചത്. ഇപ്പം നമുക്കറിയാം കളക്റ്റീവായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരുത്തനെ നമ്മൾ ആൻറ്റിബയോട്ടിക്കോ എല്ലാം അതുപോലുള്ള കണ്ടുപിടിച്ച് അതിനെ കൊല്ലുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ടാവും. ആ ആളുടെ അറിവ് തൊട്ടടുത്ത ആളിന് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പറഞ്ഞാൽ 2 ആയി കൊടുക്കുന്ന തുടരുന്നത് ഒരു പുതിയ സ്പീഷീസ് രൂപപ്പെടുന്നത് പോലെ അല്ലാതെ സൈഡിലൂടെ കൊടുക്കുന്ന പണിയുണ്ട്. അവിടെ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റുന്നത്. അതെ, ഇവർക്ക് മാത്രമുള്ള അറിവ് അത് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഒരു കഷ്ണം അപ്പുറത്ത് കൊടുക്കും. അത് ഒരു പരിചയമില്ലാത്ത ഒരു ബാക്ടീരിയയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയയുടെ വർഗത്തിൽപ്പെടുന്നവർ അത് അബ്സോർവ് ചെയ്തിട്ട് അവരെല്ലാവരും ആ ഒരു കോളനിയിലുള്ളവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റുന്ന സാധനം. ഇതെന്ന് കണ്ടുപിടിച്ച കാര്യം പറയുന്നത് 350 കോടി വർഷത്തിന് മുമ്പിൽ കണ്ടുപിടുത്തതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടിയാണ്. മനുഷ്യരുണ്ടായിട്ട് 3 ലക്ഷം വർഷമേ ഉള്ളൂ. ഒരു കോടി പോലും ഇല്ല. ഇതൊക്കെ അറിയണം. അതുകൊണ്ട് അത്രയും നേരത്തെയൊക്കെ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പക്ഷെ അതൊന്നും അല്ല, നമ്മൾ ഈ മനുഷ്യർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് സവിശേഷമായിട്ട് ഇതിനകത്ത് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ജനിതകമായ അറിവ് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന രീതി ജീവികളായിരിക്കുന്നത് കണ്ടുപിടിച്ചാണ് ജീവൻ തുടർന്നത്.
ആ തുടരുന്നതിനകത്ത് ആദ്യമായിട്ട് ഒരു വ്യക്തി അതിൻ്റെ സ്വന്തം അനുഭവം അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് കിളികളിലാണ് ആരംഭിക്കുന്നത്. ആ കിളികളിൽ ആരംഭിക്കുന്നത് ഇതിനകത്ത് കിളികളെന്ന് പറയുമ്പോൾ കിളികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്റ്റെൻഡായി പോയ ജീവികളിലൊക്കെ ഉണ്ടാകാം. പക്ഷേ നമുക്കിപ്പോൾ അറിയുന്ന ജീവികൾ വെച്ചിട്ട് ഞാനത് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ഇതിനകത്തുണ്ടെങ്കിൽ കിളികളെക്കാളും മുമ്പുണ്ടായി എന്ന് അയാൾ പറഞ്ഞ മുഴുവൻ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അതിനുവേണ്ടി നമുക്കിപ്പോൾ കോഴിക്കുഞ്ഞിനെ വളർത്തുന്ന കഥ പറയാനായിട്ട് ഈ വിദ്യാഭ്യാസം അതിൻ്റെ സ്വന്തം ജീവിതാനുഭവം ജനിതകമായി കൊടുക്കുന്നതിനോടൊപ്പം പരിചരണത്തിലൂടെ കൊടുക്കുക എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ഈ പേരൻറ്റിങ് എന്ന് നമ്മൾ പറയുന്നത് അമ്മയും അച്ഛനുമായിട്ട് മാറിയപ്പോഴാണ്. അപ്പോൾ അമ്മയും അച്ഛനും ഇല്ലാത്തതായിരുന്നു അതിന് മുമ്പുള്ള ജീവനല്ല. ഒരു ബാക്ടീരിയയ്ക്ക് അമ്മയും അച്ഛനും ഇല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളില്ല. ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ അറിയണം. അപ്പോൾ അത് ജീവനെ പറ്റിയൊക്കെ നമ്മൾ അങ്ങനെ ഇപ്പോൾ ആ ഏരിയ പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. ഞാൻ അവിടെ അത് അതിനൊക്കെ എന്നെ വേറെ ഇരുത്തണം, ആ ഏരിയ മുഴുവൻ വരണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനസ്സിലാക്കലുകൾ നമുക്ക് വേണം. അപ്പോൾ ഞാനത് ഓടിച്ച് പറയുമ്പോൾ ഈ സ്വന്തം അനുഭവം മക്കൾക്ക് കൊടുക്കാനായിട്ട് ജനിതകമല്ലാത്ത രീതിയിലുണ്ടെന്ന് പേരൻറ്റിങ്ങാണ് ആദ്യമായിട്ട്. ആദ്യം അമ്മമാർ മാത്രമേ പേരൻറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ പൂവൻ കോഴി കൊച്ചുങ്ങളുമായിട്ട് നടക്കുന്നതൊന്നും ഒരിക്കലും നമ്മൾ കാണത്തില്ലെന്നറിയണം. അതുകൊണ്ട് വെറുതെ ഇവിടെ ഇരിക്കുന്ന ഈ പുരുഷന്മാരെല്ലാം പിള്ളേരെ വളർത്തുകയാണെന്നൊന്നും എന്നോട് പറയല്ലേ. പിള്ളേരെ ഉണ്ടാക്കാനറിയാവുന്നുള്ളതല്ലാതെ വളർത്താനൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ എങ്ങനെ അറിയണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പേരൻസ് ആണെന്നൊക്കെ പറയും. അങ്ങ് ഗൾഫിലാണ് പേരൻറ്റ് ഒരാൾ, അവിടുന്ന് കാശ് അയച്ചു കൊടുക്കുന്നതാണ് ആകെ ചെയ്യുന്നത്. ഇത് 24 മണിക്കൂർ പണിയാണ്. ആ വശത്തോട്ടൊക്കെ നമ്മളിപ്പോൾ പറയല്ല. അപ്പോൾ പേരൻറ്റിങ് എന്ന് പറയുന്നതിന് ശേഷം ഒരാളോ രണ്ടാളോ അല്ലാതെ ഒരു സംഘം ചെയ്യുന്ന പണിയും കൂടെ സംഘജീവികളായി മാറുന്നതിൻ്റെ അഡ്വാൻറ്റേജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഹണ്ടേഴ്സൺ ഗ്രാജുവേറ്റ്സ് ആ കാലം മുതലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് തരത്തിൽ നമ്മുടെ തലച്ചോറ്. ടെക്നോളജി ഇങ്ങനെ വികസിച്ച് വന്ന് ഇപ്പം ഒരു ഡിജിറ്റൽ ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. യുവാക്കളുടെ പ്രത്യേക യുവാക്കൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. അല്ലെ, യുവാക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സും ലൈക്കും കിട്ടുന്ന ആൾ തന്നെ ഒരു ഐസൊലേഷൻ, സോഷ്യൽ ഐസൊലേഷൻ അനുഭവിക്കുന്നൊരവസ്ഥയാണ്. കാരണം ചുറ്റുമുള്ള ആളുകളുമായിട്ടൊരു ആത്മബന്ധം ഇല്ലാതെ, ഹൃദയബന്ധം എന്നൊക്കെ നമ്മൾ കാവ്യഭാഷ പറയാറുണ്ട്. ഒരു ആത്മബന്ധം ഇല്ലാതെ ചുറ്റും ആയിരക്കണക്കിന് ആളുടെ കൂടെ ജീവിക്കുകയും പക്ഷേ ഒരാളുമായിട്ട് ഒരു ആത്മബന്ധവും സൗഹൃദവും ഇല്ലാതൊരു അവസ്ഥയിലാണ് ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ പ്രത്യേകിച്ചും. അതുകൊണ്ട് ആഗോളതലത്തിൽ ഈ കുട്ടികളുടെ മാനസിക ആരോഗ്യം, മെൻ്റൽ ഹെൽത്ത് വളരെ വളരെ പുറകോട്ട് പോകാണെന്നുള്ള പഠനങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ഡ്രഗ്സിൻ്റെ വ്യാപനം തന്നെ ഇപ്പം തൂഫാൻ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ യുവാക്കൾ വല്ലാതൊരു ക്രൈസിസിലാണ്. കാരണം അവർ ഈ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഇതാണ് മനുഷ്യൻ. പക്ഷേ ബന്ധങ്ങളെല്ലാം പുറകെ നമ്മളെല്ലാം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇതിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്നത് ഒരു വല്ലാതൊരു സങ്കീർണാവസ്ഥയിലേക്ക് എത്തിയുണ്ട്. കുറ്റകൃത്യങ്ങൾ കൂടുന്നുണ്ട്. ഇപ്പം ഒരു പല്ലിക്കൂവിന് പൂച്ചയുടെ മുന്നിൽ എസ്കേപ്പ് ചെയ്യാൻ അതിൻ്റെ വാല് മുറിച്ചിട്ട് പോകാൻ അതിനെ അറിയാം. ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു എന്താ ഒരു സർവൈവൽ സ്ട്രാറ്റജി പല്ലിക്കുണ്ട്. അതുപോലും ഇല്ലാത്ത ഒരു യുവതലമുറയാണിപ്പോൾ വളർന്നു വരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇത് ഞാൻ പറഞ്ഞ ടെക്നോളജിയുടെ വളർച്ച, നമ്മുടെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ രൂപപ്പെട്ട നമ്മുടെ സോഫ്റ്റ്വെയർ, ഈ പൊരുത്തക്കേട് ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നു? പറഞ്ഞ ഒന്നും എനിക്ക് യോജിപ്പില്ലാത്തത്. നേരത്തെ ആന്ത്രോപോളജിസ്റ്റുകൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അല്ലാതെ ഇവിടെ പിള്ളേർക്ക് ക്രൈസിസ് ഒക്കെ ഉണ്ടെന്ന് ആരായി പറഞ്ഞിരുന്നു? അത് നമ്മുടെ ചുറ്റുമുള്ള ലക്ഷണങ്ങൾ. ഇത്രയും ബോംബിടുന്നതെല്ലാം പിള്ളേരാണ്. ഈ ഉക്രൈനിൽ ബോംബിട്ടോണ്ടിരിക്കുന്ന ഈ പിള്ളേരാണ്. നിങ്ങളെ വിട്ട് സാനിറ്റി ഉള്ളവരൊന്നും വേണ്ട. നല്ല ആളുകളാണല്ലോ. പിള്ളേരെല്ലാം വഴി തെറ്റി. അവന്മാരും അവരുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്. നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിൽ കുഴപ്പമില്ലാത്ത ആളല്ലേ, എന്തായാലും നിങ്ങൾ പട്ടാളത്തിൽ ചേരും. ബാക്കിയുള്ളവരെ വെടിവെക്കും, ബോംബും ചെയ്യത്തില്ലേ. അത്രയും കുഴപ്പം അവർക്ക്. അവരങ്ങനെയൊക്കെ കഞ്ചാവ് വലിച്ച് നടക്കട്ടെ. കഞ്ചാവ് വലിക്കാത്ത നല്ല ആളുകളാണ് ഈ ലോകം മുഴുവൻ നടന്ന് സകല ആളുകളെയും സ്ലേവ്സ് ആക്കിയതും സകല ആൾക്കാരുടെ തലയിൽ ബോംബിട്ടതും ഇപ്പോഴും ബോംബിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെക്കാളും മോശമൊന്നും അല്ലല്ലോ ഇവർ. അവർക്ക് ഇച്ചിരി പ്രാന്തല്യം വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ സെയിനായ ആൾക്കാരെക്കാളും മെച്ചമാണ് അവർ.
അറിയാം, വിഷയം അറിയാം, അറിയാതെ ഇപ്പം പറഞ്ഞതിന് മറുപടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും ജീവി എന്ന നിലയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ജീവനം നിലനിർത്താനുള്ള വഴികൾ, ഉപായങ്ങൾ. അതെങ്ങനെയാണ് ഈ പ്രശ്നം? അല്ല, അവിടെ പ്രശ്നം വന്നിട്ടില്ലെന്നാണ് ഞാനീ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാനിറ്റി ഉള്ളവരാണ്. അവരാണ് ഈ പട്ടാളത്തിലെല്ലാം ചേർന്ന് എല്ലാവരെയും വെടിവെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മണ്ടയിലല്ലേ ഈ ബോംബ് ചെയ്യുന്നത്? നന്നായി വളർത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മണ്ടയിൽ ബോംബ് ചെയ്യുന്നില്ലേ? അത് കൊള്ളാത്ത ആളുകളെ നോക്കിയാണോ ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്ന മനുഷ്യർക്ക് ഇത് പറയാനുള്ള അവകാശമൊന്നുമില്ല. ഈ പറയുന്ന ഒന്നും അങ്ങനല്ല, അതൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നതിനൊരു മറുപടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, അതല്ല മറുപടി. അങ്ങനെ കണ്ടാൽ നമ്മളിപ്പോൾ കാണുന്ന നിലവാരത്തിൽ ഇവിടുത്തെ പുതിയ തലമുറയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ സോക്രട്ടീസ് ഇത് പറഞ്ഞിട്ടുണ്ട്. പുതിയ തലമുറ രക്ഷയില്ല, തകർന്ന് തരിപ്പണമായി പോകും, ഒരെണ്ണവും ചിന്തിക്കുകയില്ല, ജീവിക്കുകയില്ല, ഒന്നും അറിഞ്ഞുവിടാന്ന് സോക്രട്ടീസ് എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പം നിങ്ങളും പറഞ്ഞത്. അത് എല്ലാ തലമുറയും അടുത്ത തലമുറയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പുസ്തകം വായിക്കാനിരിക്കുമ്പം അവൻ രാവിലെ ആകുമ്പോൾ മൂലയ്ക്ക് ഒരു പുസ്തകമായിട്ട് കയറിയിരിക്കും. ഒരു കാര്യം അവിടെ പറഞ്ഞാൽ കച്ചി ഉണക്കാനുണ്ട്, കുരുമുളക് ഉണക്കാനുണ്ട്, പാതിരിയാനുണ്ട്, മരത്തെ കയറേണ്ടതുണ്ട്, പശുവിനെ നോക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഒരു പുസ്തകമായിട്ടൊരു മൂലയ്ക്ക് കയറി ഒരൊറ്റ ഇരിപ്പ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു പേടിയും വേണ്ട, നിങ്ങളെക്കാളും മെച്ചപ്പെട്ട തരത്തിൽ അവർ ഈ ലോകം ഓടിക്കും. നിങ്ങളെക്കാളും നല്ല വെടി അവരും വയ്ക്കും. ഒരു പേടിയും വേണ്ട. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതല്ലേ 800 കോടി 850 കോടിയായി, 850 കോടി ജനമുള്ളിടത്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ബോംബ് ചെയ്തിട്ട് പോലും ഒരു രക്ഷയില്ല. ഒരു പേടിയും വേണ്ട. ഇപ്പോൾ പിള്ളേരുണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞ്, കുട്ടികളുണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ വലിയ ബഹളമാണ്. അപ്പോൾ ഈ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, ഞാൻ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായതിന് ശേഷം അറിയുക, എനിക്ക് വിഷയം മനസ്സിലാകും. അല്ല, അതല്ല, അത് കുറച്ച് ഞാൻ നിങ്ങൾ എക്സ്പീരിയൻസ് കൂടി വെച്ചു. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്ത് ജർമ്മനിയിലായിരുന്നു 2 മാസത്തോളം. യൂറോപ്പിലൊക്കെ ഏറെക്കുറെ കറങ്ങി. അവിടെ നമ്മളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ മൊബൈൽ ഉപയോഗിക്കുന്നത് വളരെ അപൂർവമായിട്ടില്ല ഞാൻ കണ്ടില്ല. ട്രെയിനായാലും എവിടെയായാലും. ഇവിടെ ആണെങ്കിൽ നേരെ തിരിച്ച്. പക്ഷേ ആ ആളുകൾ നമ്മളെക്കാളും പുറകോട്ട് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല നല്ല പലരുമായി പരിചയപ്പെടുമ്പോൾ നല്ല ബോധമുള്ളവരും പറയുന്നത് ഈ പറയുന്ന ശരികളല്ല എന്നുള്ളതല്ല, അത് ഒരു കാഴ്ച മാത്രമാണ് എന്നാണ് ഞാനീ പറയുന്നത്. ജർമ്മൻകാർ സ്കാൻഡിനേവിയൻസ് ആയിരിക്കുന്നവർ കുട്ടിയെ വളർത്തുന്നതിനെ പറ്റിയെല്ലാം പറയുമ്പം ലോകം മുഴുവൻ നടന്ന് ഈ കൊള്ളാവുന്ന ആളുകൾ നടന്ന് മുഴുവൻ പേരെ അടിമകളാക്കി അവിടെ കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. എന്തായാലും അവന്മാരെക്കാളും മെച്ചമില്ല നമ്മൾ വേറെ ആരുടെയും പോയിട്ട് അടിമകളായിട്ട് പിടിച്ചോണ്ടൊന്നും വരുന്നില്ലല്ലോ. അതുപോലെ നല്ല ജർമ്മന്മാരെ ഒന്നും നമ്മളെ കാണിച്ചു തരണ്ട. അത്രേ എനിക്ക് പറയാനുള്ളത്. ലോകം മുഴുവനും നടന്ന് കൊള്ളയടിച്ച് സകല ആൾക്കാരെയും കീഴ്പ്പെടുത്തി ആഫ്രിക്കയിലൊക്കെ ഒരു രാജ്യമില്ല ജർമ്മൻകാർ ഉപയോഗിക്കാത്ത, ഫ്രഞ്ചുകാർ ഉപയോഗിക്കാത്ത, ഡച്ചുകാർ ഉപയോഗിക്കാത്ത. അവരുടെ കോളനികളാണ് ഇപ്പോഴും. അങ്ങനെ കഴിയുന്ന ആൾക്കാരെ ഉണ്ടാക്കാനല്ലയോ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഇങ്ങോട്ടൊക്കെ കാണണം. അതും കൂടെ ചേർത്ത് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കിങ്ങനെ തോന്നും നമ്മളെ നല്ല പിള്ളേരെ ഉണ്ടാക്കുന്നതെന്ന് തോന്നും. അനുസരണയുള്ള പിള്ളേരെ ഉണ്ടാകുന്നില്ലെന്നല്ലേ പറയുന്നത്. അനുസരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അടിമകളാകത്തേ ഉള്ളൂ. അപ്പോൾ അനുസരണ വേണ്ടേ? അനുസരണ വേണം. എങ്ങനെയാണ്? പരസ്പരം അനുസരണയുള്ളവരാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളീ പറയുന്നത് അസത്യമല്ല. നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്, നിങ്ങൾ പറഞ്ഞ മുഴുവൻ അങ്ങനല്ല. അങ്ങനെ മാത്രം അത് കണ്ടാൽ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാനീ പറയുന്നത്. വളരെ നല്ല സ്കൂൾ നടത്തുന്ന സ്കാൻഡിനേവിയയിലുള്ള ആൾക്കാർ അവരവിടെ നിന്ന് മരുന്നുണ്ടാക്കി 1 രൂപ വിലയുള്ള മരുന്ന് 500 രൂപയ്ക്കുള്ള കൊടുക്കും. ആ മരുന്ന് പരിശോധിക്കാനായിട്ട് ഈ ഇവിടുത്തെ പാവം പിടിച്ച മനുഷ്യരുടെ മണ്ടേ മുഴുവൻ ഈ സ്കാൻഡിനേവിയൻ നല്ല രാജ്യത്തുനിന്ന് വരും. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആളുകളെ മുഴുവൻ പരിശോധിക്കാൻ സകല ഡോക്ടർമാരും റെഡിയായിരുന്നു. എത്ര നാൾ പട്ടിണിക്കിട്ട് ഇവൻ ചാകുന്ന എന്ന് വരെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കും. ശാസ്ത്രജ്ഞന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ നമ്മൾ പറയുന്ന ഈ കൊള്ളാവുന്ന മനുഷ്യരാണെന്നൊന്നും തിരിച്ച് കളയരുത്. ലാബിലിരുന്ന് ഈ പണിയൊക്കെ ചെയ്യുന്നില്ലേ, വീട്ടിൽ വന്നാൽ പെണ്ണുമ്പിളെ അടിക്കുന്നവന്മാരത് മുഴുവൻ.
ഈ കണ്ടുപിടുത്തക്കാരെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരില്ലേ, അവന്മാരൊക്കെ ഒറ്റ മനുഷ്യന്മാരുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറിയിട്ടില്ലാത്തമാർ. കാരണം അത്രത്തോളം സാമൂഹ്യ വിരുദ്ധരാണ് ഈ അതിനകത്ത് പോയി കുത്തിയിരുന്ന് ഇത് എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വേറെ ഒരു താല്പര്യമില്ല. ഇതൊക്കെ കൂടെ ചേർത്ത് പറയണം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ മോറൽ വാല്യൂസായിട്ട് വെച്ചിരിക്കുന്ന സാധനം വെച്ചിട്ട് ഇത് പെട്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ മറുപടി ഇതുപോലെ പറയുമ്പം പെട്ടെന്ന് അത് ശരിയാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. അവിടെ പാകിസ്ഥാൻ ബോർഡർ എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ 47-ലാണ് ഈ ബോർഡർ ഉണ്ടായത്. അതിന് മുമ്പ് ആ ബോർഡർ ഇല്ല. അവിടെ മൂത്രം ഒഴിച്ചിട്ട് ഈ പട്ടിയും പൂച്ചയൊക്കെ ചെയ്യുന്ന പോലുള്ള ഒരു വര വരച്ചിട്ടാണ് ഈ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മൾ പോകത്തില്ലേ, നമ്മുടെ മക്കളെയെല്ലാം പട്ടാളത്തിൽ ചേർക്കത്തില്ലേ. പരമവീര ചക്രം മേടിക്കുന്നത് ഒക്കെ നല്ല രീതിയല്ലേ. എത്ര പേരെ കൊന്നതിനാണ് പരമവീര ചക്രം കൊടുക്കുന്നത്? കൊല്ലരുതെന്ന് ഇവിടെ ഭയങ്കരമായിട്ട് വാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെന്തിനാണ് ഈ പരമവീര ചക്രം കൊടുക്കുന്നത്? അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടി കൊല്ലുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നവൻ ന്യായം വരെ ഉള്ളു. അതുകൊണ്ട് ഈ നല്ല ആളുകളെയൊക്കെ ഉണ്ടാക്കിയാൽ പേടിക്കണം. അതുകൊണ്ട് അതും കൂടെ ചേർത്ത് പറയണം. അപ്പോഴാണ് നമ്മളിത് ആകെ ഒന്നഴിച്ച് പരിശോധിച്ച് അറിയേണ്ട സ്ഥലം കൂടെ ഉണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഇവരെല്ലാവരും കൂടെ കഞ്ചാവ് വലിച്ചു പോയി അവന്മാരെല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്ത്. കേരളത്തിൽ ആത്മഹത്യ ബ്രിട്ടീഷുകാർ വന്നപ്പം അവരെഴുതിയിട്ടുണ്ട്, ഇത്രയും ആത്മഹത്യ ചെയ്യുന്നവർ കേരളത്തിലെ ലോകത്തെങ്ങുമില്ല. അന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് 11 1,00,000. ഇപ്പോൾ 30. നല്ല വിവരമൊക്കെ വന്ന് നമ്മുടെ തന്നെ ഭരണമൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പോഴും മോശമല്ല. പക്ഷെ നമ്മളെക്കാളും മിടുക്കരായിട്ടുള്ളവരൊക്കെ വേറെ രാജ്യത്തൊക്കെ ഉണ്ട്. എല്ലാ നഗരത്തിലും കൂടും. ഇതൊക്കെ വേറെ പലതരത്തിൽ മനസ്സിലാക്കേണ്ടത്.